മിനു അതൊരു സൂപ്പർ സ്റ്റാർ ആണോ മിനു? സൂപ്പർ സ്റ്റാർ അതൊരു സൂപ്പർ സ്റ്റാർ ആണോ ഇങ്ങനെ ഈ പെൺകുട്ടിയെ 4-5 ദിവസം റൂമിൽ കൂട്ടിയിട്ട് പീഡിപ്പിച്ചത്? കേരളത്തിലെ നമ്പർ 1. അപ്പൊ ഈ 164 സ്റ്റേറ്റ്മെന്റുകൾ വരുമ്പോ ഈ വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞു വീഴുമല്ലോ മിനു. എല്ലാം വീഴും, എല്ലാം കുലുങ്ങും. കേരളം ഒന്ന് കുലുങ്ങും, സത്യം. മിനു മുനീർ പറയുന്ന ആദ്യകാലം തൊട്ട് പറയുന്ന ഒരു ആരോപണമുണ്ട്. കേരളത്തിലെ നാഷണൽ അവാർഡ് മേടിച്ച ഒരു സൂപ്പർ സ്റ്റാർ ഒരു ACPയുടെ മകളെ ഒരു റൂമിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നുള്ളത്. പക്ഷേ ആ കുട്ടി വന്ന് മീഡിയയ്ക്ക് മുന്നിലോ ഒന്നും പറയാൻ തയ്യാറാവില്ല. പക്ഷേ സമയമാകുമ്പോൾ പോലീസിന് മുന്നിൽ പറയും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പം അത് പിന്നെ ഈ അടുത്ത് ബാലചന്ദ്ര മേനോനെ പറ്റിയൊക്കെ ഒത്തിരി കാര്യങ്ങളിരുന്ന് പറയുന്ന കൂടെ മിനു മുനീർ പറയുന്നുണ്ട്. ഇത് സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ നമുക്ക് മമ്മൂട്ടി മോഹൻലാൽ ഈ രണ്ടിതാണ്. ഈ ഇൻ്റർവ്യൂ തന്നെ ചോദിക്കുന്നുണ്ട്, മമ്മൂട്ടിയെക്കുറിച്ച് മോശം അങ്ങനെ ഒരു അഭിപ്രായം നമ്മളൊന്നും കേട്ടിട്ടില്ല. അങ്ങനെ ആരേലും മിനുവിൻ്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേറെ ആരൊക്കെയോ പറഞ്ഞ് പല കാര്യങ്ങൾ അറിയാം എന്ന് പറഞ്ഞു. എന്നാൽ സൂപ്പർ സ്റ്റാറുമായിട്ട് നേരിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേനും മമ്മൂട്ടിയായിട്ട് അങ്ങനെയൊന്നുള്ള ഒരു അനുഭവം ഇല്ല എന്ന് പറയുന്നുണ്ട്. ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൻ്റെ അടുത്ത വാക്കുകളൂടെ കേൾക്കാം. അത് ശരിക്കും നടന്ന സംഭവം തന്നെയാണ്. ആ കുട്ടി ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം കുട്ടിയെ ഞാൻ നമ്മുടെ അഡ്വക്കേറ്റ് ഇല്ലേ സംഗീത് സാറിനെ പരിചയപ്പെടുത്തി സംഗീത് ലൂയിസ് സാറിനെ അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി എന്താ പറയുന്നത്, എനിക്ക് മീഡിയയിൽ വരാൻ താല്പര്യമില്ല, ഞാൻ നേരിട്ട് 164 വന്നോളാം. നല്ലൊരു ചെറിയ കുട്ടി, വളരെ കൂടി വന്നാൽ 10-18 വയസ്സോ അത്രയും 19, നല്ല മുതുക്കെത്തി. അവർക്ക് നല്ല സിനിമയിലോട്ടൊക്കെ വരാൻ എന്തോ നല്ല ചാൻസ് എന്ന് വെച്ചാൽ നല്ല തകപ്പനായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള കുട്ടികൾ, ടാലൻ്റ് ഉള്ള കുട്ടികളെയൊക്കെ ഇങ്ങനെയൊക്കെ മിസ്യൂസ് ചെയ്ത് ഒതുക്കിയ പിന്നെ ഇത് ലോകം അറിഞ്ഞേ പറ്റത്തുള്ളൂ. ലോകം അറിയണം. യഥാർത്ഥ കലാകാരന്മാരും മുമ്പോട്ട് വരണം. അവർക്ക് അവസരങ്ങൾ കൊടുക്കണം. അപ്പം ഇങ്ങനെയുള്ള ഈ വലിയ പെരുമ്പാമ്പുകളൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്നാലേ അങ്ങനെ വരും. ആരും വരത്തില്ല, എല്ലാവരും പേടിച്ചു കൊടുത്തു. അപ്പോൾ ഇതാരാണെന്നൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ഇൻ്റർവ്യൂ തന്നെ മറ്റൊരു കാര്യം, ഈ ആങ്കറായിട്ടുള്ള അങ്ങേര് ചോദിക്കുമ്പോൾ ലാലേട്ടനുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? സൂപ്പർ സ്റ്റാറുകളൊന്നുമായിട്ട് എനിക്ക് കണക്ഷൻ ഇല്ല, ബന്ധമില്ല എന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പോഴും പറയുന്നുണ്ട് മണിയമ്പിള്ള രാജു, മുകേഷും ഒക്കെ പറഞ്ഞിരുന്നു ലാലേട്ടനെ പരിചയപ്പെടുത്തി കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു. ലാലേട്ടൻ്റെ ഏതെങ്കിലും പടത്തിൽ അവസരം മേടിച്ചു തരാം എന്നുള്ള രീതി പറഞ്ഞു. അവസാനം അന്നൊരു നാളെന്നോ അങ്ങനെ എന്തോ പറയുന്ന ഒരു ഫിലിമിൽ ഒരു അവസരമുണ്ട്, നീ വരണം എന്നും പറഞ്ഞു ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു കൊടുത്തിട്ട് ഈ മിനുവിനോട് പറഞ്ഞു, ഞങ്ങൾ 3 പേരുണ്ട്. 3 പേരെന്ന് പറഞ്ഞാൽ ലാലേട്ടന്, രാജീവ്, മണിയമ്പിള്ള രാജു 3 പേരുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള റൂമായിരിക്കും മിനുവിൻ്റെ റൂം എന്ന് പറഞ്ഞു. അപ്പം കൂടെ കിടക്കണം 3 പേരുടെ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. അപ്പോൾ ആ 3 പേരുണ്ടെന്നൊക്കെ കേട്ടപ്പോൾ ഇവർ അയ്യോ എനിക്ക് സിനിമയൊന്നും വേണ്ട, ഞാൻ പോണില്ല എന്നുള്ള രീതിയിൽ ഇവർ പോകാതെയിരുന്നു. അപ്പോൾ ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി എയർപോർട്ടിൽ പ്രൊഡക്ഷൻ കൺട്രോളർ വണ്ടി അയക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിനൊന്നും ഇവർ പക്ഷേ പോയില്ല. ഈ കാര്യത്തിൽ നേരിട്ടും ലാലേട്ടനെ പരിചയപ്പെടുകയല്ല അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ സിനിമയ്ക്ക് വേണ്ടി വിളിച്ചു, ഇവർ പോയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ചോദിക്കുന്നുണ്ട് ഇവരോട്, ഈ മുകേഷിനെതിരെ പീഡനം ആരോപിക്കുമ്പോഴും മുകേഷുമായിട്ട് ഇവർക്ക് നല്ല റിലേഷനാണ് നിലനിൽക്കുന്നത്. ഇത് രണ്ടും കൂടെ എങ്ങനെ ചേർന്ന് പോകും, അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നൊരു മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, ഇവരൊരു സിംഗിൾ മദറാണ്, 2 കുട്ടികളെ വളർത്തണം, ആ 2 കുട്ടികൾക്ക് ഫീസൊക്കെ ഉണ്ട് സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ. അപ്പം പീഡനം നടന്നു കഴിഞ്ഞ് മുകേഷ് നീ അത് ആരോടും പറയല്ലേ, നീ അങ്ങനെ അയാളെ അപമാനിക്കില്ലേ, രഹസ്യമായിട്ട് വെക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഈ പുള്ളിക്കാരത്തി വിചാരിച്ചു ഇതിങ്ങനെ പോട്ടെ, ഈ ഒരു ബന്ധം ഇങ്ങനെ പീഡനവും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോട്ടെ, നല്ലൊരു റിലേഷനായിട്ട് പോയിട്ട് അങ്ങോട്ട് കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉള്ള ഒരു റിലേഷനായിട്ട് പോട്ടെ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അമ്മ സംഘടനയിൽ എന്തെങ്കിലും വേഷം കിട്ടുന്നെങ്കിൽ, അല്ല അംഗത്വം കിട്ടുന്നെങ്കിൽ അത് കിട്ടട്ടെ, മുകേഷ് നിരൂപിച്ചാലേ അത് കിട്ടുള്ളൂ. പിന്നെ സിനിമയിലാണേലും മുകേഷ് എന്തെങ്കിലും ഒരു ചാൻസ് കൊടുക്കുമായിരിക്കും എന്ന് വെച്ചു. അങ്ങനെ 2-3 കാര്യം വെച്ച് പുള്ളിക്കാരത്തി പീഡനം തൽക്കാലത്തേന് അങ്ങ് മറന്നു. എന്നിട്ട് മുകേഷുമായിട്ട് നല്ല സ്നേഹത്തിൽ മുന്നോട്ട് പോയി. അങ്ങനെയാണ് ഈ സ്മൈലി അയച്ച കാര്യം ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്.
പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്മൈലിയൊക്കെ അയച്ചതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ മുകേഷുമായിട്ട് നല്ല ബന്ധം നിലനിന്നോട്ടെ. കാരണം ഇവരുടെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരേ ഒരു പോയിൻ്റേ ഉള്ളൂ, ഈ പറയുന്ന പീഡനങ്ങളിലൊക്കെ ഇപ്പം സിനിമയിൽ നിൽക്കുന്നവരും ഇതിന് മുന്നേ വന്നു പോയിട്ടുള്ള ഒത്തിരി പേരും എല്ലാം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ചിലരൊക്കെ സിനിമയിൽ നല്ല ഉയരത്തിലേക്ക് എത്തും. ഇതേപോലെ പീഡനങ്ങളും ഇതിൻ്റെ ഇരട്ടി അനുഭവിച്ച് ഹോസ്പിറ്റലിൽ വരെ ആയിട്ടുള്ള ഒരു വലിയ നടിമാരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അവരൊക്കെ ഇത് സഹിച്ചു നിന്നിട്ട് പിന്നീട് ഉയരങ്ങളിലേക്ക് എത്തി നടിയാവും. പിന്നെ പഴയതെല്ലാം മറന്നു മറ്റേ എന്താണ് സെക്യൂരിറ്റി 5-6 പേര് കൂടെയൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ വരും, ബ്ലാക്ക് കാർഡ്സ്, അവരൊക്കെ കൂടെ കാണും. പക്ഷേ ആദ്യകാലത്തെ സംഭവം ഇങ്ങനെ ആയിരിക്കും. ഇവരുടെയൊക്കെ റൂമിൽ ആഴ്ചകളോളം പോയി കഴിഞ്ഞിട്ടുള്ള നടിമാർ വരെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഗോസിപ്പായിട്ട് കേട്ടിട്ടുള്ളത്. അന്ന് അത് ഗോസിപ്പെന്നും പറഞ്ഞ് എഴുതല്ലേ ഉള്ളൂ. ഇന്നിപ്പോൾ ബാലേന്ദ്ര മേനോനെ പറ്റിയൊക്കെ ഇവർ പറയുന്നത് ഗോസിപ്പൊക്കെ ഒന്നുമല്ല, അതിൻ്റെ അപ്പുറത്തെയാണ് പറയുന്നത്. അപ്പം ഇവരും വിചാരിച്ച് ഇതൊക്കെ സമ്മതിച്ചിങ്ങനെ നിന്നാൽ പിന്നീട് ഒരു സിനിമ ചാൻസ് കിട്ടുമല്ലോ, അല്ലെ അമ്മ സംഘടനയിൽ അംഗത്വം കിട്ടുമല്ലോ എന്നോർത്താണ് മുകേഷയുടെ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് കിട്ടുമല്ലോ എന്നോർത്ത് ഇങ്ങനെ ഇവരൊക്കെ സഹിച്ചു പോകുന്നെങ്കിലും കിട്ടില്ല എന്നുള്ള സത്യം ഇവർ കുറച്ചായിട്ടും മനസ്സിലാക്കി. വെറും ചതിയന്മാരാണ്. ഈ പെണ്ണുങ്ങളെല്ലാം നല്ലപോലെ യൂസ് ചെയ്യുക എന്നല്ലാതെ തിരിച്ച് അവർക്ക് ഒന്നും ചെയ്തു കൊടുക്കുകയില്ല, ഒരു അവസരവും ഉണ്ടാക്കി കൊടുക്കുകയില്ല. അവരുടെ കയ്യിൽ നിന്ന് വല്ല പൈസ കിട്ടുമെങ്കിൽ ഇങ്ങോട്ട് മേടിക്കുന്നവന്മാരാണ് ഇവന്മാർ. അത്രയേ ഉള്ളൂ. വെറും ചൂഷണം തന്നെ. ആ ചൂഷണം മനസ്സിലാക്കിയിട്ട് പുറത്ത് പറയാൻ മേല നിന്നവരാണിത്. ഇരുട്ടത്ത് കൊണ്ട് വെളിച്ചത്തും ഉണ്ടാവുമോ എന്നുള്ള രീതി നിന്നവരാണ്. പക്ഷേ ഇന്നിപ്പം സോഷ്യൽ മീഡിയ ഇത്രയധികം വളരുകയും ഈ ഹേമ കമ്മിറ്റി വരികയും പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് സംസാരിക്കാൻ ഒരു വേദി ഉണ്ടാകുകയും ചെയ്തപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിൽ കിടന്ന എല്ലാം പുറത്തേക്ക് വരുന്നതാണ് ഇവർ അനുഭവിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇപ്പം മിനു പറയുന്നത്, മിനുവിന് ഇവിടെ 2 വശം. മിനുവിന് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ചാൻസ് പോകാനൊന്നുമില്ല, ചാൻസ് കിട്ടാനില്ല അവർക്ക്. അപ്പോൾ ഇതൊക്കെ തുറന്ന് പറഞ്ഞെന്ന് കരുതി അവരുടെ ചാൻസ് ഒന്നും പോകുന്നില്ല. അപ്പോൾ പിന്നെ അവർക്ക് പറഞ്ഞുകൂടെ എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് അവരിപ്പോൾ എല്ലാവരുടെയും പുറത്ത് ഈ ഇത് മുഴുവൻ ഉള്ള അവർ ഈ സിനിമാ ഫീൽഡിൽ അനുഭവിച്ച മുഴുവൻ വിളിച്ച് പറയുന്നുണ്ട്. അവർ നല്ലപോലെ അഭിനയിക്കാനുള്ള കഴിവൊക്കെ അഭിനയിക്കാൻ വേണ്ടി വന്നത്. പക്ഷെ അവരെയൊക്കെ ചതിക്കുകയാണ്. ഇത് കൂടിയ എല്ലാവർക്കും ശരീരം കാഴ്ചവെക്കണം, അല്ലെ അവരുടെ ശരീരം വേണം. അത് കഴിഞ്ഞ് പൊടിയും തട്ടി അവന്മാർ പോകുന്നു. എന്നാൽ ആ പോയതിൻ്റെ നന്ദിക്ക് അവർക്കൊരു ചാൻസ് കൊടുത്താൽ ഈ സിനിമാ നടിയിൽ അല്ലെ ഇവരൊക്കെ പലരും ഈ ഒരു പാതയിലൂടെ യാത്ര ചെയ്ത് വന്ന 1-2 വ്യക്തികൾക്ക് നന്ദി ഉണ്ടായതിൻ്റെ പേരിൽ അവർക്കൊക്കെ ചാൻസ് കൊടുത്ത് വലിയ വലിയ ആൾക്കാരായി വലിയ നടിമാരൊക്കെ ആയിട്ട് അറിയപ്പെട്ടു. ഇവരെ പോലെ കുറേ ചതിയന്മാരുടെ മുന്നിൽ ചെന്ന് പെട്ടവർക്ക് ചാൻസും ഇല്ല, ഒന്നുമില്ല, പോയത് പോയി. അതുകൊണ്ടാണ് ഇപ്പം മിനു ഇറക്കിയിരുന്ന ഉള്ള എല്ലാം വിളിച്ച് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇല്ലാത്ത കെട്ടുകഥകൾ മുഴുവൻ നടന്മാരെക്കുറിച്ച് വന്ന് ചാനലുകളിൽ വന്നിരുന്നിട്ട് ഇപ്പം എന്ത് പേര് നേടാനാന്ന് ഈ പറയുന്നത്? 1-2 ദിവസത്തെ പേര്, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അതോടൊപ്പം വൻ ശത്രുതയും കൂടെയാണ് മേടിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ പറയുന്ന കുറച്ചൊക്കെ സത്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് ചാനലിൽ നിന്ന് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.